ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. അപ്പോൾ നമ്മുടെ ഗെയിമിൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്താണ് ബ്രോ വീഡിയോ ചെയ്യാത്ത 2 ദിവസമായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ സീസണിൻ്റെ മൈനിങ് എൻഡായിട്ടുണ്ടായിരുന്നു. ഞാൻ പുതിയൊരു അപ്ഡേറ്റ് ഇന്ന് വരുന്ന അറിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തതാണ്. അല്ലാതെ വെറുതെ മൈനിങ് കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നിട്ട് കാര്യമില്ലല്ലോ. എല്ലാവർക്കും അറിയാം മൈനിങ് കഴിഞ്ഞു എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വീണ്ടും മൈനിങ് സ്റ്റാർട്ടായി. നെക്സ്റ്റ് സീസണാണ് സ്റ്റാർട്ടായിരിക്കുന്നത്. 1 ബില്യൺ WP ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 250 മില്യൺ WP മാത്രമേ ഉള്ളൂ സപ്ലൈ. അപ്പോൾ മാക്സിമം മൈൻ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഈ പോയിന്റ് 0 ആയി എന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട. നിങ്ങൾക്ക് കഴിഞ്ഞ സീസണിലുള്ള പോയിന്റും ഈ സീസണിൽ മൈൻ ചെയ്യുന്ന പോയിന്റും ഇനി അടുത്ത സീസൺ ഉണ്ടെങ്കിൽ അത് മൈൻ ചെയ്യുന്ന പോയിന്റും എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് റിവാർഡ് കിട്ടുക. ഓക്കെ, അപ്പോൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും. ഈ ഒരു WP മൈനിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടവർ ഈ ഒരു വീഡിയോ തുടർന്ന് കാണുക. കാണാത്തവരാണെങ്കിൽ ഞാൻ ഓൾറെഡി എങ്ങനെ ഇത് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് എന്തൊക്കെ സെക്ഷൻസ് എങ്ങനെയാണ് മാക്സിമം ടിക്കറ്റ് ഉണ്ടാക്കുക, എന്താണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടിട്ട് ഇതുവരെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. 250 മില്യൺ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തോലെ 1 ബില്യൺ ഒന്നുമില്ല. മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്രയും പോയിന്റ്സ് എടുക്കുക. ബൈനാൻസ്, മാഞ്ചസ്റ്റർ സിറ്റി, അതുപോലെ തന്നെ നാസ, ഗിന്നസ് വേൾഡ് റെക്കോർഡ്, അതുപോലെ ഇഷ്ടംപോലെ കമ്പനീസ് ബാക്ക് ചെയ്യുന്ന ഒരു അടിപൊളി പ്രൊജക്റ്റാണ്. വളരെയധികം യൂസേഴ്സ് ഒന്നുമില്ല, കുറച്ച് യൂസേഴ്സ് ഉള്ളൂ. ഹാംസ്റ്റർ കോമ്പാറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ 4 യൂസേഴ്സ് ഇതിലുള്ളൂ. ഹാംസ്റ്റർ കോമ്പാറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ 10x ബെറ്റർ ആണത്. എന്തുകൊണ്ടും പ്രൊജക്റ്റ് കൊണ്ടും യൂസേഴ്സിൻ്റെ ഇതുകൊണ്ടും നമ്മളുടെ ബാക്ക് ചെയ്യുന്ന കമ്പനീസിൻ്റെ നോക്കുകയാണെങ്കിലും ഒക്കെ ഇത് വളരെ നല്ല പ്രൊജക്റ്റാണ്. നല്ല രീതിക്കുള്ള ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് ഞാൻ കാണുന്നുണ്ട്. ഒരു ഗെയിമിംഗ് പ്രൊജക്റ്റാണ്. അപ്പോൾ മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാൻ വേണം. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 20K സബ്സ്ക്രൈബേഴ്സാണ്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി കൃത്യസമയത്ത് എത്തിച്ചേരും. ഇതുപോലുള്ള ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാനാണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ മറക്കാതെ അതൊക്കെ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് ലഭിക്കാൻ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ. ഇനി ഞാൻ പറഞ്ഞ് ഡിലേ ആക്കുന്നില്ല, നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. ഒഫീഷ്യലി നമ്മളുടെ വാട്ട് പോയിന്റിൻ്റെ മൈനിങ് എൻഡായിട്ടുണ്ടായിരുന്നു. അന്ന് ഉണ്ടായത് 1 ബില്യൺ 1B WP ആയിരുന്നു. ഇന്ന് പുതിയതായിട്ട് 250 മില്യൺ WP വീണ്ടും ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും മൈൻ ചെയ്യാം. ജസ്റ്റ് ബോട്ട് ഓപ്പൺ ചെയ്യുക. അൺലോക്ക് ആൻഡ് ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അൺലോക്ക് ചെയ്യാൻ ഒരു കോഡ് ചോദിക്കും. ആ കോഡ് അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ അൺലോക്ക് ചെയ്ത് മൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു പാസ്വേഡാണ്. പാസ്വേഡ് നമുക്ക് ഡിസ്കവർ ദി പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഇവിടെ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെയിമിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അവർ പറയുന്ന മൈനിങ് പാസ്വേഡ് കമ്മിങ് അറ്റ് 11 UTC എന്ന് വെച്ചാൽ 11 മണിക്കാണ് വരിക, യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച്. 1 മണി UTCയിൽ യൂറോപ്യൻ ടൈമിൽ നമുക്ക് ആ പാസ്വേഡ് റിവീൽ ചെയ്യും. അൺടിൽ ദെൻ ടേക്ക് എ ഗസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ് ചെയ്ത് ആ പാസ്വേഡ് കണ്ടുപിടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ നമ്മളുടെ ടെലഗ്രാം ചാറ്റ് ചാനലിൽ ഇടാം. അതിലിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. ഓക്കെ, ഞാനും ഗസ് ചെയ്തിട്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ആ പാസ്വേഡ് നോക്കാവുന്നതാണ്. അപ്പോൾ 11 UTC ആവണം. അപ്പോൾ ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ അവിടെ അടുത്ത പോസ്റ്റ് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് വീൽ ഷെയർ ദ പാസ്വേഡ് വിത്ത് യു അറ്റ് 11 UTC ടുഡേ ഇൻ 3 hours. 3 മണിക്കൂർ കൊണ്ട് അവർ പാസ്വേഡ് ഇടും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പാസ്വേഡ് എന്താണ് എന്നറിയണമെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇവർ പാസ്വേഡ് റിവീൽ ചെയ്യുമ്പോൾ ഞാനത് നമ്മളുടെ ടെലഗ്രാം ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പാസ്വേഡ് കൃത്യസമയത്തിന് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മൈനിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ ഫോട്ടോ ഓപ്പൺ ആവും. നിങ്ങൾക്ക് പാസ്വേഡ് ഗസ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ആൾക്കാർ ഇപ്പോൾ പാസ്വേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ മൈനിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് 0.032% മൈൻഡ് എന്ന് കാണിക്കുന്നുണ്ട്. 250 മില്യണേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 1 ബില്യണാണ് നമുക്ക് വന്നിരുന്ന സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം മൈൻ ചെയ്യുന്ന പ്രൈസ് പൂൾ എന്ന് പറഞ്ഞാൽ 250 മില്യൺ ഉള്ളപ്പോൾ പെട്ടെന്ന് തന്നെ തീർന്ന ഒറ്റയടിക്ക് നിന്ന് പോകുന്ന പേടിക്കേണ്ട. ഇപ്പോൾ കഴിഞ്ഞ് നിന്ന പോലെ തന്നെ നെക്സ്റ്റ് റൗണ്ടുകൾ വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അതിനനുസരിച്ച് നമ്മളുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോസ് കിട്ടാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗെയിമിംഗ് മൈൻ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഗെയിമിംഗ് മൈനിങ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്രയും നല്ല ബാക്കപ്പ് ഉള്ള ഒരു പ്രൊജക്റ്റ് കറൻ്റ്ലി നമ്മൾ മൈൻ ചെയ്യുന്നില്ല. ഏറ്റവും ബെസ്റ്റ് പ്രൊജക്റ്റ് എന്ന് ഞാൻ പറയുന്ന ഒരു പ്രൊജക്റ്റാണ് ഗെയിമിംഗ്. ഓക്കെ, ഈ ഹാംസ്റ്റർ കോമ്പാറ്റൊക്കെ പോലെ കോടിക്കണക്കിന് ആൾക്കാരും ഇതിലില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. മാക്സിമം പോയിന്റ്സ് ഉണ്ടാക്കാൻ നോക്കുക. നിങ്ങളുടെ ബാലൻസ് ഇവിടെ 0 ആയത് പേടിക്കേണ്ട. നിങ്ങൾ കഴിഞ്ഞ സീസണിൽ കളക്ട് ചെയ്തതും ഈ ഒരു സീസണിൽ കളക്ട് ചെയ്തതും എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഉള്ള റിവാർഡ് കിട്ടുക. ഓക്കെ, നിങ്ങളുടെ പോയിന്റ്സ് 0 ആയി എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി വിചാരിക്കുന്നു. വാലറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാം. ഇപ്പോൾ വാലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ടോൺ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് വേണ്ടവർക്ക് കണക്ട് ചെയ്യുക. ഈ ഒരു USDT വിഡ്രോ ചെയ്യാൻ മാത്രമാണ് ആ വാലറ്റ്. നമ്മളുടെ WP ടോക്കണിൻ്റെ വിഡ്രോയിൽ വരുമ്പോൾ വേറൊരു വാലറ്റ് ഓപ്ഷൻ തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മളെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ സ്പിന്നിങ് വീലിൽ നിന്ന് കിട്ടുന്ന USDT വിഡ്രോ അടിക്കാൻ മാത്രമായിട്ടാണ് ഈ ഒരു വിഡ്രോ എന്ന് പറയുന്ന ബട്ടൺ ഉള്ളത്. അവിടെ നിങ്ങൾക്ക് $10 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോ അടിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് സ്പിന്നിങ് വീലിനേക്കാളും ഈ ഒരു മൈനിലേക്ക് ഫോക്കസ് ചെയ്യുക. സ്പിന്നിങ് വീലിന് അധിക കാര്യങ്ങളൊന്നും കിട്ടില്ല. 1 ലക്ഷത്തിൽ ഒരാൾക്കൊക്കെയാണ് $10 ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് വേസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ മൈനിങ് ക്യാപ്പ് മാക്സിമം ഇൻക്രീസ് ചെയ്യാൻ. നിങ്ങൾക്ക് പുതിയ മൈനിങ് ക്യാപ്പ് 250 കൊടുത്താൽ വീണ്ടും മൈനിങ് ക്യാപ്പും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ മൈനിങ് ക്യാപ്പും കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടി മാക്സിമം മൈൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ മെയിൻ വീഡിയോ കാണുക. അതിലെങ്ങനെ ഞാൻ മാക്സിമം മൈൻ ചെയ്യുക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളത് വീഡിയോ. ആ ഒരു മെയിൻ വീഡിയോ കണ്ടിട്ട് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക ഇന്ന് തന്നെ. ഇനി ഡേറ്റും കാര്യങ്ങളൊന്നും കളയരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു അപ്ഡേറ്റ് വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.